ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന വിഭവം വയണയിലെ അപ്പമാണ്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു പുതിയ iPhone 50 Pro Max വാങ്ങിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നേരത്തെയുള്ള മൊബൈലിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അതിൽ ക്ലാരിറ്റിയൊക്കെ കുറവായിരുന്നു, കുറേ അപാകതകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഞാൻ ഇതുകൊണ്ടൊരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് കുമ്പിളപ്പം, അതായത് വയണയില അപ്പം. ആദ്യം നമുക്ക് മസ്റ്റായിട്ട് വേണ്ടുന്നത് വയണയിലയാണ്. പിന്നെ ഒരു 8 ഏലക്ക, പിന്നെ 2 റോബസ്റ്റ് പഴം, അല്ലെങ്കിൽ ഞാലിപ്പൂമ്പഴോ പാളയംകോടനോ എന്തോ ആയാലും മതി. ഒരു നല്ലൊരു മയവും കിട്ടും, നല്ലൊരു മണമായിരിക്കും. പിന്നെ മിൽമയുടെ നെയ്യ്, അത് 2 സ്പൂൺ മതി, ഞാനിപ്പോൾ കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ശർക്കര പൊടിച്ചത്, ഇത് ശർക്കര പൊടിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഡബിൾ ഹോഴ്സിൻ്റെ ശർക്കരപ്പൊടി ചീവി ഇടുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ഉണ്ട ശർക്കര നമ്മൾ ചീവിയിട്ട് വെള്ളം അടപ്പയിൽ വെച്ച് തിളപ്പിച്ച് അതിനകത്ത് ശർക്കര ഉരുക്കിയെടുത്ത് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ടും അങ്ങനെ എടുക്കാം. ഇത് ഞാൻ ശർക്കര പൊടിയായിട്ട് വാങ്ങിച്ചതാണ്. ഇത് നല്ലതാണ്, ഇതിന് അഴുക്കൊന്നുമില്ല. ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ തേങ്ങ, ഇത് 1 മുറി തേങ്ങയാണ് തിരിഞ്ഞ് വെച്ചേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഹിമാലയ സാൾട്ടാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഡബിൾ ഹോഴ്സിൻ്റെ തന്നെ അരിപ്പൊടി, ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി, ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയാണ് ഞാനിന്ന് വയണയില തയ്യാറാക്കുന്നത്. അപ്പം 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി 2 ഗ്ലാസ് അരിപ്പൊടി. അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഉപ്പ് ഇല്ല, ഇത് വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, നല്ല മധുരത്തിന് ഇനി ശർക്കര, 400 ഗ്രാം ശർക്കര പൊടിയാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അതിന് മധുരം ആവശ്യത്തിന് വേണമല്ലോ, അപ്പോൾ ഇച്ചിരി ഏറെ ശർക്കര പൊടി ഇടാം. നമ്മൾ ആ എടുത്ത ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സോളം ശർക്കരപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ അതിന് പരുവാകും. പിന്നെ മധുരം ഇച്ചിരി കൂടെ കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. നമുക്ക് ഓരോരുത്തർക്കും മധുരം, ശർക്കര ആയാലും ഇലയപ്പം ആയാലും ഇലയുടെ ആയാലും എന്തോ ആയാലും അതിനകത്ത് മധുരം ആവശ്യത്തിന് വേണ്ടി. ചിലർക്ക് മധുരം പൊതുവെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആ ശർക്കരപ്പൊടി എല്ലാം ഇതിനകത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ, അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഏലക്ക പൊടിച്ചത്, ഏലക്കയുടെ കുരു മാത്രം ഇട്ടാൽ മതി, ഇതൊന്നും കളയാം. ഇട്ട ഏലക്കയും പൊടിച്ചതാണ് ഞാൻ ഇടുന്നത്. പൊടിച്ചോ ചതച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനകത്ത് ചേർക്കാം. ഞാനിത് ചതച്ചെടുത്തതാണ്. ഇപ്പോൾ നമ്മൾ പഴവും കൂടെ ഇട്ട് ഞെവിടെയാണ്. ഞാൻ എപ്പോഴും കുമ്പിളപ്പം, അതായത് ഈ വയണയിലപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ പഴം ഞെവിടും ഇതിനകത്ത്. അപ്പം നല്ല ടേസ്റ്റും നല്ല മണമായിരിക്കും, ആ മാവിന് നല്ല മാർദ്ദവും കിട്ടും. ഈ പഴം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ വെള്ളം ചേർക്കാം. നമുക്ക് നല്ലോണം ഇതിൽ തിരുമ്മി പിടിപ്പിക്കാം. ആദ്യം ശർക്കര പാവ് കാച്ചി എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാവും. അതായത് ഇതിന് വെള്ളം കൂടിപ്പോയാലും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. പിന്നെ മാവ് കുറേ തട്ടിയിടേണ്ടി വരും. ഇപ്പം തന്നെ ആ പഴത്തിൻ്റെയും ആ ഏലക്കയുടെയൊക്കെ നല്ല മണമുണ്ട്. നമുക്ക് കുറേശ്ശെ ഇച്ചിരി വെള്ളവും കൂടി തളിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുഴച്ച് നോക്കാം. പഴവും ഏലക്കായും മാവും തേങ്ങയും എല്ലാം കൂടെ മിക്സാക്കിയപ്പോഴുള്ളൊരു നല്ലൊരു മണം. പിന്നെ ആ വയണയിലയും കൂടെ വയ്ക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കയ്യിൽ ദാണ്ട് ഈ പരുവം വരണം, കണ്ടോ, ഈ പരുവം വരണം. ഇതിപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ ആ മാവ് നനയാനുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ശകലം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ മൊത്തം 5 സ്പൂൺ വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പരുവം ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ 2 ഗ്ലാസ് അരിപ്പൊടിയും 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയും കൂടെ എടുത്തിട്ട് 1 മുറി തേങ്ങ നല്ലതുപോലെ ചിരുവി ഇതിനകത്തോട്ട് ചേർക്കണം. എന്നിട്ട് ശർക്കര പൊടിയുള്ളത് ചേർക്കാം, അല്ലെങ്കിൽ ഉണ്ട ശർക്കര ചീവിയിട്ടാലും മതി. എന്നിട്ട് ഉപ്പും പഴവും, റോബസ്റ്റ് പഴമോ ഞാലിപ്പൂവനോ പാളയംകോടനോ എന്തോ ആയാലും മതി,
അതും കൂടെ ഇട്ട് നല്ലത്. ഇത് റോബസ്റ്റ് 2 വലിയ പഴം ഇരുന്നുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തത്. അപ്പോൾ ഞാലിപ്പൂവൻ പഴം വേണമെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ ചേർക്കാം. പാളയംകോടൻ വലുതാണെങ്കിൽ ഒരു 3 എണ്ണോ 4 എണ്ണോ അതും ചേർക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ കുഴയ്ക്കുക. അതിൻ്റെ കൂടെ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കണം, പാകത്തിന് ഉപ്പും ചേർക്കണം. ഇനി നല്ലതുപോലെ കുഴച്ച് ഒരു പരുവാകുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. കുറച്ചെന്ന് വെച്ചാൽ ഞാൻ 2 സ്പൂൺ നെയ്യാണ് ഒഴിച്ചേക്കുന്നത്. അപ്പം ഈ പരുവത്തിലാക്കി കിട്ടും. പിന്നെ വെള്ളം ഒഴിക്കുക എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, വെള്ളം ഞാൻ ആദ്യമേ കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ആവശ്യം ഇതിനകത്ത് വരത്തില്ല. പഴം ഞെവിടുന്നുണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഞെവിടി വന്നപ്പോഴത്തേക്ക് ഈ മാവ് ഇങ്ങനെ കുഴച്ച് വന്നപ്പോഴത്തേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഒഴിച്ചത്. പഴം കൂടുതലുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു 3 റോബസ്റ്റ് പഴം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ലതുപോലെ അത് ഞെവിടി കിട്ടിയാനിരുന്നു. അങ്ങനെ ഒരു 5 സ്പൂൺ, കൊച്ചു സ്പൂണിൽ ഒരു 5 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചാണ് ഞാനിത് കുഴച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ഈ മാവ് കുറേശ്ശെ ഞാൻ എടുത്ത് കണ്ടോ, ഇതാണ് ഞാൻ കുമ്പിള്, ഇതിനാണ് കുമ്പിളം എന്ന് പറയുന്നത്. കണ്ടോ, കുമ്പിളപ്പം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പം നമ്മളിത് വയണയിലപ്പം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ കുമ്പിളപ്പം എന്ന് കാണിച്ചത് ഇങ്ങനെയാണ്. ഇതിനകത്തോട്ടങ്ങ് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇത് കുമ്പിളാക്കി വെച്ചിട്ടുണ്ട്. ആ കുമ്പിൾ കോട്ടുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങോട്ട് എടുക്കുക, ഈ ഇല ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിനൊരു വേരുണ്ട്. താണ്ടേ ഈ നടുക്കലത്തെ ഈ വേരിൽ കൂടെ ഇങ്ങനെ കുത്തി ഇപ്പുറത്തെടുക്കണം. ഇനി വേറൊരു മെത്തേഡ് കാണിച്ചു തരാം. ഇത് ഉരുട്ടി ഇങ്ങനെ വെച്ചിട്ട് ഇതൊരെണ്ണം. അപ്പം ഇതൊരു ഉരുള ഇങ്ങോട്ട് വെച്ചിട്ട് ഇനി അടുത്ത ഉരുള ദാണ്ട് ഇവിടോട്ട് വെക്കണം. പരത്തിയിട്ട് അത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇതിനകത്തോട്ട് കുത്തി അങ്ങ് ഇറക്കണം. അപ്പോൾ അതവിടെ ഇരുന്നോളൂ. കണ്ടോ, നിറച്ച് വെച്ചിട്ടുണ്ട്. അത് സ്റ്റൗ കത്തിച്ച് അതൊന്ന് തിളക്കട്ടെ. തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് വേണം പറക്കിയിടാനുള്ളത്. അപ്പം നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് പറക്കി. അപ്പം ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം. നമുക്ക് ഓരോന്ന് പറക്കി നോക്കാം. വയണയില അപ്പം, അതായത് കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മധുരമൊക്കെ ഉണ്ട്. പഴത്തിൻ്റെ, ഏലക്കയുടെയും നെയ്യുടെയൊക്കെ നല്ല രുചിയുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ആവിയിൽ പുഴുങ്ങിയ പലഹാരമൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ മാഗി അതുപോലെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നതിലേക്ക് ബൈ.